2016 ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടിയാണ്. ഇപ്പൊ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാ? 45,000 കോടി. ഉമ്മൻചാണ്ടി സർക്കാർ 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിക്കാൻ. 7 കൊല്ലം നിങ്ങൾ വാങ്ങിച്ചു ഈ വിലക്ക്. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ഞാൻ പറഞ്ഞു 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിച്ചത് അഴിമതിയാണെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യും, 1 പൈസ കുറച്ച് നിങ്ങൾ വൈദ്യുതി മേടിച്ചാൽ മതി. നിങ്ങളിപ്പോ എത്ര പൈസക്കാണ് വൈദ്യുതി മേടിച്ചത്? 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന് 25 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ 30 പൈസയ്ക്ക് വരെ മേടിക്കാൻ. ഒരു ദിവസം 15 കോടി 20 കോടി ഈ വൈദ്യുതി ബോർഡ് നഷ്ടമുണ്ടാക്കുകയാണ്. നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടിയപ്പോ 2 പ്രാവശ്യത്തെ വൈദ്യുതി ചാർജ് ഒരുമിച്ചു. ഇപ്പോഴത്തെ കൂട്ടൽ കൊണ്ട് മാർച്ച് മുതൽ നിങ്ങൾ കൂട്ടി. അപ്പൊ ഒരു പ്രഖ്യാപനം വേണ്ട, മാർച്ച് മുതൽ ആളുകൾക്ക് ബില്ല് വരുമ്പോ അവരുടെ വൈദ്യുതി ചാർജ് കൂടി. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കെടുകാര്യസ്ഥത, നിങ്ങൾ അവിടെ നടത്തിയ അഴിമതി, അദാനിയുടെ കമ്പനിക്ക് അത് കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടി, അത് റദ്ദാക്കിയത് 4 രൂപ 29 പൈസക്ക് ഉണ്ടായിരുന്ന എഗ്രിമെന്റ് റദ്ദാക്കി 14 രൂപ 30 പൈസക്ക് പുറത്തു നിന്ന് വൈദ്യുതി മേടിച്ച ഗവൺമെന്റാണിത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. പറയുന്നതെല്ലാം ആനമണ്ടത്തരം. സതീശന്റെ ഓരോ നുണകളും ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. സ്വയം അപഹാസ്യനായി മാറുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. KSEB കടക്കണിയിലാണെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. വസ്തുത അറിയാവുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും ഈ പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത എന്താണ്? നിയമസഭയിൽ VD സതീശൻ പറഞ്ഞത് UDF കാലത്ത് KSEBയുടെ കടം 1083 കോടി മാത്രമെന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ ബോർഡിന്റെ കടം 5925.45 കോടിയായിരുന്നു. നിലവിൽ KSEBയുടെ കടം 45,000 കോടിയാണ്. എന്നാൽ 2024-25 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ബാധ്യത 11,036 കോടി രൂപ മാത്രമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണവും പച്ചക്കള്ളമാണ്. ഏത് രേഖ വെച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് മാത്രം ആർക്കും ഒരറിവുമില്ല. പ്രതിപക്ഷ നേതാവിന് മാത്രമായിട്ട് ഈ രേഖയെല്ലാം എവിടുന്നാണ് കിട്ടുന്നതെന്ന് ഒരു ഐഡിയയുമില്ല. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ബാധ്യതയിലുണ്ടായ വർധനവ് വെറും 5,111 കോടി രൂപ മാത്രമാണ്. ഇതേ കാലയളവിൽ ബോർഡ് നടപ്പിലാക്കിയത് 23,842 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. UDF കാലത്തെ കരാർ റദ്ദ് ചെയ്തതുകൊണ്ടാണ് വില കൂടിയത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. UDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച 465 മെഗാവാട്ടിന്റെ DBFOO കരാറുകൾ നിലവിലെ LDF സർക്കാർ റദ്ദാക്കിയെന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ കൂട്ടർക്കുള്ളത്. പ്രതിപക്ഷത്തിന്റെ ഈ ഇല്ലാക്കഥകൾ ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പീക്ക് സമയത്തെ അത്യാവശ്യത്തിന് വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയെ ദീർഘകാല കരാറിലെ വിലയുമായി കൂട്ടിക്കുഴച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. 2021-2022 സാമ്പത്തിക വർഷത്തിൽ 736.27 കോടി പ്രവർത്തന ലാഭം കൊയ്ത് സർക്കാർ മുന്നോട്ടു പോയി. എന്നാൽ 2022-23 നേരിട്ട 1023.62 കോടി നഷ്ടത്തിന്റെ 75% സർക്കാർ ഏറ്റെടുത്തത് വലിയ സാമ്പത്തിക ഭദ്രത നൽകി. 2023-2024 218.51 കോടിയും 2024-25 571.22 കോടിയും പ്രവർത്തന ലാഭം കൈവരിക്കാൻ സാധിച്ചു. കൃത്യമായ കണക്കുകളും വസ്തുതയുമാണ് ഈ പറഞ്ഞത്. ഇനി നിങ്ങൾ പറ, എവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ അല്പമെങ്കിലും യാഥാർത്ഥ്യമുള്ളത്? വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വസ്തുതയാകില്ല പ്രതിപക്ഷ നേതാവേ.